വനമേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായ സന്തോഷ് സാറാണ്. സാറിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പോൾ ഒരു പല ആൾക്കാരും യാത്ര പോകുന്ന സമയവും വെക്കേഷൻ്റെ സമയമൊക്കെയാണ്. അപ്പോൾ ഈ യാത്ര പോകുന്നവർ അല്ലെങ്കിൽ ഈ വനമേഖലയിലോട്ട് യാത്ര പോകുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? ശരിക്കും ഇപ്പോൾ ഈ കോവിഡിന് ശേഷം നമ്മുടെ ടൂറിസം മേഖല, പ്രത്യേകിച്ച് എക്കോ ടൂറിസം മേഖല വളരെ ആക്റ്റീവാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എൻജോയിന് ആഗ്രഹിക്കുന്നതും വനവുമായി ചേർന്ന് നടക്കുന്ന ടൂറിസം ഭാഗങ്ങളാണ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സർക്കാരിൻ്റെ ടൂറിസം മേഖലയിൽ നല്ലൊരു ഇൻകം വരുന്നതും ആ മേഖലയിൽ നിന്നാണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴും പലപ്പോഴും ഈ സഞ്ചാരികൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴുള്ള ചില നിയന്ത്രണങ്ങൾ അവർക്ക് ബോധമല്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ടൂറിസം നാട്ടിലേക്ക് പോകുമ്പോൾ ഇക്കോ ടൂറിസം എന്ന് പറയുന്നത് തന്നെ പരിസ്ഥിതിക്ക് ആഘാതം ഏൽക്കാതെ ഉണ്ടാകുന്ന ടൂറിസമാണ്. അപ്പോൾ ഒരു വനമേഖലയ്ക്ക് ഏറ്റുവാങ്ങാൻ പറ്റുന്നൊരു ശേഷിയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ഒരു ക്യാമ്പ് സ്റ്റേഷൻ ഉണ്ട്. അത് ഇടിമുഴങ്ങാൻ പറയുന്നുണ്ട്. നമ്മൾ 40 മിനിറ്റ് ബോട്ടിൽ പോകും. ബോട്ടിൽ പോയിട്ട് അവിടെ നമ്മളൊരു ക്യാമ്പ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ താമസിക്കും. നമ്മൾ ഒരാളിന് 3500 വെച്ച് ആണ് ഇതിൻ്റെ പാക്കേജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മിനിമം നമുക്ക് 4 പേര് വേണം. അപ്പോൾ ഈ 14,000 രൂപയ്ക്ക് നമുക്ക് പറ്റുന്നത് വനത്തിന് ഒരു ആഘാതം ഏൽക്കാത്ത രീതിയിൽ എത്ര ആളിന് കൊടുക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മൾ ആളിനെ വിടത്തില്ല. ഇപ്പോൾ നമ്മൾ 10 പേരൊന്നും വിടത്തില്ല. നമുക്ക് വേണ്ട മാക്സിമം കപ്പാസിറ്റി 7 പേരാണ്. ആ 7 പേരിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് അടുത്തൊരാളിനോട് കയറ്റിയിടുമ്പോൾ എത്രത്തോളം ആഘാതം അതിലേക്ക് ഏൽക്കും. അപകട സാധ്യത കൂടുതലാണ്. അപകട സാധ്യതയേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന കാടിൻ്റെ ഒരു ആംബിയൻസ് നഷ്ടപ്പെടും. പിന്നെ വരുന്ന ആൾക്കാർ പല സ്വഭാവക്കാരാണ്, പറഞ്ഞാലനുസരിക്കാത്ത. പിന്നെ പ്ലാസ്റ്റിക്കിൽ കൊണ്ട് നമ്മൾ മാക്സിമം ഇവിടുന്ന് ഈ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ ബോട്ടിലേക്ക് കയറ്റുന്ന മുമ്പായിട്ട് അവർക്ക് ചെറിയൊരു ബ്രീഫ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന വിഷയങ്ങളുണ്ട്, ഇതെല്ലാം ശ്രദ്ധിക്കണം. അത് നോക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫ് അല്ല, നമ്മൾ എത്രത്തോളം സ്റ്റാഫ് ഉണ്ടെങ്കിലും ഈ ഇപ്പം നമ്മൾ കയറുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആ മേഖലയിലോട്ട് കുറേ ആൾക്കാർ കയറി, ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗാർഡുകളുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധ്യതയുണ്ട്. പിന്നെ നമ്മളിതെല്ലാം ഓൾറെഡി ഈ പറയുന്ന ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരകത്താണ് വിടാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയാനല്ലാത്ത സാധാരണ ആനകളെ പ്രകോപിപ്പിക്കുക, ഫോട്ടോ ഫ്ലാഷ് അടിക്കുക, ഇതൊക്കെ ഭയങ്കര അപകടകരവുമാണ്, കുറ്റകരവുമാണ്. അത് പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനംവകുപ്പൊന്നും അറിയാതെ വനമെന്ന് പറയുന്നത് ഇങ്ങനെ തുറന്നിടക്കുന്ന ഒരു. സാർ, അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ ചോദിക്കുകയാണ്, ഇപ്പം ഫോട്ടോ എടുക്കുന്നത് ഈ ജീവികളെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ ഈ കാടിനകത്ത് കയറി ഫോട്ടോ എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ ഉള്ള അധികാരം ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ ടൂർ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ടോ? അതോ സെപ്പറേറ്റ് ടൂർ മൊബൈൽ എടുക്കാം, അല്ല ക്യാമറ വെച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷനോട് കൂടി ചെയ്യാൻ പറ്റും. ഷൂട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിനും സീരിയൽ ഷൂട്ടിങ്ങിനും എല്ലാം വൈൽഡ് ലൈഫ് ഫാർമിന് അപേക്ഷ കൊടുത്തിട്ട് അതിന് പ്രത്യേക എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് അടയ്ക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് ഇത്ര രൂപയാണ്. ആ എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് ദേശം ഷൂട്ട് ചെയ്യാം. അത് മറ്റ് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തി കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ പല ആളുകളും ചെയ്യുന്നത് ഈ തുറന്നു കിടക്കുന്ന കാട്ടിനകത്തേക്ക് ഏത് ഭാഗത്തൂടെ കയറാം, കയറി അവർ കയറിയിട്ട് അടപ്പൊന്നുമില്ലല്ലോ, ജീവനക്കാരും കുറവാണ്. അപ്പോൾ ഏത് ഭാഗത്തൂടെയും കയറിയിട്ട് അവർ കയറി പോയിട്ട് ഇങ്ങനെ മൃഗങ്ങളൊക്കെ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എന്നിട്ട് അതിങ്ങനെ ചെയ്യുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വനത്തിനകത്ത് ഈ കടന്ന് കയറുന്നത് തന്നെ നമ്മുടെ നിയമപ്രകാരം ശിക്ഷാർഹമായ കാര്യം. അപ്പോൾ അത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്. നമ്മൾ ജീവനക്കാർ കുറച്ച് പോകും. അപ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കയറി പോകുന്നവരാണ് പലപ്പോഴും അപകടത്തിലേക്ക് വരുന്നത്. പക്ഷേ ടൂറിസം പ്ലേസിലേക്ക് വരുന്ന ആളുടെ സംബന്ധിച്ച് നമ്മൾ പരമായി അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ പരിധിക്ക് അപ്പുറത്തേക്കുള്ള ആൾക്കാരെ നമ്മൾ വിടത്തുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം ഈ വനത്തിനുള്ള ആഘാതം കുറയ്ക്കുക, ഈ പറയുന്ന പ്ലാസ്റ്റിക് അതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മൃഗങ്ങൾക്കെല്ലാം കുഴപ്പമുണ്ടാക്കുക. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം ഈ ആന അതെല്ലാം കഴിക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒഴിവാക്കുന്നതിനാണ് മാക്സിമം നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ആൾക്കാരെ മാത്രമേ കയറ്റിവിടാറുള്ളൂ. അപ്പോൾ സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഈ കാട്, നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷം കാട് ഏരിയയാണ്. അപ്പോൾ കാടിനകത്ത് അതിക്രമിച്ച ആൾക്കാർ കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ഇപ്പം വ്യാജവാറ്റ്, കഞ്ചാവ് കൃഷി, അതുപോലെ ഈ പറഞ്ഞ പോലെ ടെററിസം പോലെയുള്ള കാര്യങ്ങൾ ആൾക്കാർ ഇതിനകത്ത് കയറുന്നത് നിങ്ങൾക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ സ്റ്റേഷനുകളും സെക്ഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ എല്ലാ മേഖലകളിലും നമ്മുടെ സ്റ്റാഫിൽ കയറി പരിശോധിച്ചിരിക്കും, വെയിറ്റ് പീരിയഡ് തിരിച്ചിട്ട്. എന്നിട്ട് അത് ഈ അതിൻ്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ റോഡിൽ പോകുമ്പോൾ ഏതെങ്കിലും കുറേ ഭാഗങ്ങൾ കാണും. അപ്പോൾ അതുവഴി അങ്ങോട്ട് ചെറിയ ചൂട് വഴികളും അതുവഴി കയറി പോകുമ്പോഴത്തേക്കായിരിക്കും കുറച്ച് അരുവി കാണും, വീണ്ടും അങ്ങോട്ട് കയറി പോകും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റാഫ് അവിടെ വേണമെന്നില്ല. നമ്മളിങ്ങനെ പരാമർശം വന്നത് ഈ എല്ലാ ഭാഗങ്ങളും ഒരാഴ്ചയിൽ കവർ ചെയ്യത്തക്ക ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ട്. പക്ഷേ ഈ ഫുൾ കാർഡ് കവർ ചെയ്യാൻ പറ്റും. ഫുൾ കാർഡ് നമ്മൾ കവർ ചെയ്യാൻ പറ്റും.
പറ്റും. അത് പറ്റും. പക്ഷേ എന്നും പറ്റൂല. ആ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പറ്റും. അങ്ങനെ അതിനുള്ള സ്റ്റാഫിനെ നമ്മൾ 2-3 ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നിയമങ്ങളൊന്നും അല്ലാതെ കാടിൻ്റെ നിയമങ്ങളൊന്നും അറിയാതെ വന്ന് കയറുന്നു. സാറ് പറഞ്ഞ പോലെ ഈ ഒരു വഴി കണ്ട് ആ വഴിയിലൂടെ നേരെ കയറി അവൻ കാടിനകത്ത് കയറി അവിടെ ഒരു അരുവി കണ്ടു, അവന് കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയുള്ളവരെ നമ്മൾ നിയമപരമായിട്ടാണോ അതോ ഉപദേശിച്ചല്ലെങ്കിൽ അവർക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുത്ത് പറ്റില്ല? അല്ല, ഇത് ഒഫൻസ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു സാധാരണ അല്ല, ഒഫൻസ് ആണ്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് വരികയാണ്, ഒരു പ്രകൃതി ഭംഗി കണ്ട് അയാൾ അങ്ങോട്ട് കയറി ആസ്വദിച്ചു, നമുക്ക് ഉടനെ അയാളെ പേരിലൊരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ലോ. നമ്മളിപ്പം അവിടെ അടുത്തുണ്ട് അമ്പനാറ് പോലെ പോയിട്ട് അവർ കയറിയിട്ട് ആനയെ പ്രകോപിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് കേസ് പ്രതിയായത്. അപ്പം അതുപോലെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അല്ല, കൂടുതലും ഫോറസ്റ്റുകാർ ഇവരെ ഉപദേശിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഈ ആൾക്കാരെ ഉപദ്രവിക്കുന്നതല്ല, നമ്മൾ എത്രത്തോളം ആൾക്കാരെ സഹായിക്കാൻ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് ഈ വനംവകുപ്പ് നമ്മൾ ഏറ്റവും ഫ്രണ്ട്ലി ആയ ഡിപ്പാർട്ട്മെൻറ്റാണ്, ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന. പ്രത്യേകിച്ച് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് സമയത്ത് പബ്ലിക്കിന് നമ്മളോടുള്ള ചെറിയ വിരോധമുണ്ട്. കാര്യം അവരെ വിചാരം നമ്മളാണ് എല്ലാം കുഴപ്പമൊന്നും ആവശ്യം. പക്ഷേ ഈ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഫോറസ്റ്റുകാരോടൊരു വിരോധം വരും. അപ്പോൾ നമുക്ക് അവരോട് സ്നേഹിച്ചെന്നില്ലെങ്കിൽ അത് അവർക്ക് നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് നമ്മൾ. അത്രത്തോളം ഒരു ഒഫൻസിൽ പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ എന്താ ഇപ്പോൾ ഒരു ട്രസ് പാസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് എവിടെയൊക്കെ പോവാം, അവൻ എവിടെയൊക്കെ പോകരുത് എന്നുള്ള ഇപ്പോൾ ബോർഡുകളുണ്ട്, അല്ലെങ്കിൽ ഈ സൈൻ ബോർഡ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും സാറ് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ അറിയാതെ അങ്ങോട്ട് പോകാനുണ്ട്. ഇപ്പം നമ്മൾ ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന വനാശ്രയ സമൂഹങ്ങളുണ്ട്. അപ്പോൾ അവർ ആ കാട്ടിൽ അവരെ കന്നുകാലികൾ വളർത്തുന്നതും പുല്ലെടുക്കുകയും അല്ലെങ്കിൽ വിറവെടുക്കുകയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് നടത്തുന്നത്. അവരെ നമ്മളപ്പോൾ ഗുണമുണ്ട്. കാര്യം അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് നമ്മൾ ഇൻഫോം ചെയ്യും അവർ. അപ്പോൾ അവർ നമ്മളൊരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ വന്നിട്ട് ചില ആൾക്കാരുടെ നമ്മൾ കാട്ടിൽ പോകുന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോയി കയറി പോകുന്ന പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ സ്വഭാവം ശരിക്കും ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്. അല്ല, ഈ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഈ ട്രൈബൽ ഏരിയസിൽ പോവുകയും അവിടെ ചെന്ന് അവർക്ക് ഡിസ്റ്റർബൻസ്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതായിട്ടും, പിന്നെ അത് കാരണം പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ അവർ തന്നെ അത് കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ആൾക്കാരെല്ലാം നമ്മൾ ഈ വനത്തിന് സമൂഹത്തിൽ കിടക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വനത്തിന് നമ്മൾ സാങ്ച്വറി ആണെങ്കിൽ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളോ അല്ലെങ്കിൽ സഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ വനസംരക്ഷണ സമിതികളും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് അവരെയും കൂടെ നമ്മളോടൊപ്പം നിർത്തിയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമുക്ക് കുഴപ്പക്കാരാണെങ്കിൽ നമുക്ക് ഇൻഫോം ചെയ്യും. കാരണം നമ്മൾ അവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്, നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട്, അവരെ പിന്നെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നത്. പണ്ടത്തെ ഒരു രീതി മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ശരിയൊന്നുമില്ല. ഇത്ര ഈ വനം കയ്യേറ്റം നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ 69% എന്തോ ഉണ്ടായിരുന്ന വനം ഇപ്പോൾ വളരെ ഗണ്യാതീതമായി കുറഞ്ഞിട്ടുണ്ട്, വനത്തിൻ്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വനം കയ്യേറ്റം തടയാൻ ഏതൊക്കെ രീതിയിലാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മുൻകാലങ്ങളിൽ വനം കയ്യേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്കറിയാമല്ലോ, പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വനം വേണം. അപ്പോൾ അത് ആൾക്കാരെല്ലാം ബോധരാണ്. അപ്പോൾ ഇങ്ങോട്ടിപ്പോൾ നമ്മൾ ഈ വർത്തമാന കാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സർവേ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ട് ചെയിനായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കല്ലാതെ തന്നെ നമുക്ക് സാറ്റലൈറ്റ് വഴി സർവേ ചെയ്തുകൊണ്ട് നമ്മുടെ വനഭൂമി കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി നമ്മൾ ഡിമാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ വിട്ടുപോയ സ്ഥലങ്ങൾ നമ്മൾ വനത്തോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചേർത്തുകൊണ്ട് വനവിസ്തൃതി വളരെയധികം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കയ്യേറ്റത്തിലേക്ക് പോകത്തില്ല. ഇപ്പോൾ കയ്യേറ്റം കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം നിയമം ശക്തമാണെന്നും അകത്ത് പോകണമെന്നൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ടും അത് അവരുടെ ഭൂമി അല്ല എന്നുള്ള ബോധം ഇപ്പോഴത്തെ കാലത്ത് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യേറ്റം വളരെ കുറവാണ്. അല്ല, ഈ പ്രൈവറ്റ് ഏരിയകളുണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഈ അരുവികളും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട്. ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവർ ഷെഡ് കിട്ടി, അതെ, അവരുടെ ടൂറിസമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതെ. അപ്പോൾ അത് വനത്തിന് നമ്മുടെ നിയമങ്ങൾക്കെല്ലാം എതിരാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്യും. അല്ല, ഈ വനത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടാണല്ലോ റിസോർട്ടിനുള്ള അനുമതികളെല്ലാം കൊടുക്കുന്നത്. വനത്തിന്റെ സംരക്ഷണമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒന്നിനും വനംവകുപ്പ് തയ്യാറാവില്ല. ഒരു ടൂറിസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ വനങ്ങളുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഒരു വനത്തിനകത്തോട്ട് വരികയാണ്. അപ്പോൾ ഇവന് ഒരിക്കലും പോകാൻ പറ്റാത്ത മേഖലകളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അനുവദനീയമായ മേഖലകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ? ടൂറിസം നടക്കുന്നത് അനുവദനീയമായ മേഖല മാത്രമേ ഉള്ളൂ. അത് കോർ ഏരിയയിലേക്ക് ഒരിക്കലും നമ്മൾ ആളിനെ കൊണ്ടുപോകില്ല. അവിടെ പോകാനും പാടില്ല. കാര്യം അവിടെയാണ് ശരിക്കും ഇപ്പോൾ കടുവ അങ്ങനെയുള്ള മൃഗങ്ങൾ, അതൊക്കെ ഷൈ ആയ മൃഗങ്ങളാണ്. അവരങ്ങനെ പുറത്തേക്ക് വരത്തില്ല. അവരുടെ പ്രത്യേക ഉദാഹരണം, ഒരു കടുവ ഉണ്ടെങ്കിൽ ആ കടുവയ്ക്ക് ഒരു ടെറിട്ടറി ഉണ്ട്. ആ ടെറിട്ടറിക്കകത്ത് മതി, അവിടത്തേക്ക് വേറൊരെണ്ണത്തിന് അത് പ്രവേശിപ്പിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കോർ ഏരിയയിലേക്ക് നമ്മൾ ഒരിക്കലും ടൂറിസം വ്യാപിപ്പിക്കത്തില്ല. ടൂറിസത്തിന് പ്രത്യേക സോണുണ്ട്. ആ സോണിൽ മാത്രം നിൽക്കുകയാണ് ചെയ്യുന്നത്.
അല്ല സാർ, ഈ സാറ് കടുവയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ വരുന്ന കടുവകളൊക്കെ ഒന്നുകിൽ ആരെങ്കിലും ആക്രമിച്ചതോ അല്ലെങ്കിൽ അവർ പരിക്കേറ്റതോ അങ്ങനെയുള്ളത് മാത്രമേ നാട്ടിൽ വരൂ. ഈ ഇര പിടിക്കാൻ പറ്റാത്ത അവസരം ചിലപ്പോൾ ഒന്നുകിൽ പരിക്കേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് വാർദ്ധക്യസഹമായിട്ട് വരുമ്പോഴത്തേക്ക് മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാൻ ഇരയെ കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായ സംഭവം, നമ്മൾ ഈ ചാങ്കോയ്ക്കകത്ത് തന്നെ കഴിഞ്ഞൊരു വർഷത്തിനകത്ത് ഒരു കടുവ അതുപോലെ തന്നെ പിന്നെ അംഗഭംഗം പറ്റിയതോ ഒന്നും അറിയാൻ വയ്യ, ഇവിടെ വന്നിട്ട് ആദ്യം ഒരു പശുവിനെ കൊണ്ടുപോയി കൊന്നിട്ടു, ഓടിപ്പോയി, ആൾക്കാർ കണ്ടതാണ്. രണ്ടാമത്തെ ദിവസം ഇതുപോലെ ഉണ്ടല്ലോ, 2-3 ദിവസം കഴിഞ്ഞ ശേഷം ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ പുറകെ പോയിട്ട് ഞങ്ങൾ സാറും എല്ലാം ഉണ്ടായിരുന്നു, പോയപ്പോൾ കാണാൻ അകത്തോട്ട് കയറ്റിട്ടേക്കേണ്ടല്ലോ, നമുക്ക് അകത്തോട്ട് കയറാൻ ഉണ്ടോ ഇല്ലെന്ന് അറിയാക്കത്തില്ല. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ചെന്നപ്പോൾ ഇത് അവിടുന്ന് പ്രത്യക്ഷമായി, കാരണം ഇത് വിളിച്ചുകൊണ്ട് പോയി. നമ്മൾ എല്ലാ ആൾക്കാർക്കും ഇൻഫോം ചെയ്തു, കന്നാലും നിറക്കിവിടരുത്, ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കടുവ ഈ ആൾക്കാരുടെ സ്ഥലത്തേക്ക് വരാൻ ഒരു ഷൈ ആണത്, കടുവയുടെ സ്വഭാവം ഷൈ ആണത്, പുറത്തേക്ക് വരത്തില്ല. അപ്പോൾ ഇതിങ്ങനെ വരണമെങ്കിൽ അതിന് ഇരതേടുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഇതാകുമ്പോൾ യഥേഷ്ടം അടുത്ത് കിട്ടും. മറ്റേ ഒരു പ്ലാവിനെയോ മാനിനെയോ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. കാരണം വേട്ടയാടി പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ മാത്രമേ ഇത് പുറത്തേക്ക് വരാറുള്ളൂ, അല്ലാതെ പുറത്തേക്ക് അങ്ങനെ വരാറില്ല. അപ്പോൾ ഈ ആനയുടെ കാര്യം എങ്ങനെയാണ്? ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കേട്ടത് ഈ അരിക്കൊമ്പൻ വിഷയമൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ആന എന്തുകൊണ്ടാണ് ഇതുപോലെ ഒറ്റയാനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആനക്കൂട്ടത്തിനകത്ത് അവർക്ക് ഈ ഇവൻ്റെ പ്രശ്നം കൊണ്ട് ഇവനെ പുറത്താക്കുന്ന ആൾക്കാരാണ് ഈ ഒറ്റയാന്മാർ, അവർ പ്രശ്നക്കാരാണെന്നാണ് കേട്ടിട്ടുള്ളത്. സംഭവം അത് മാത്രമല്ല, അതായത് പണ്ട് ഈ അരിക്കൊമ്പനൊക്കെ നിന്ന സ്ഥലം കാടായിരുന്നു ആൾറെഡി. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ അവിടെ ഇത്ര ഏക്കർ പതിച്ചു കൊടുത്തു, ആൾക്കാർക്ക് നേരത്തില്ലായിരുന്നു ഈ ഭൂമിയില്ലാത്തവർക്ക്, അങ്ങനെ പതിച്ചു കൊടുത്തേക്ക് ഇതുപോലുള്ള ഈ ആന താരയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പതിച്ചു കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ഇവരവിടെ പോയി താമസമായി. അപ്പോൾ ഈ ആന പണ്ട് അവിടെ ഉണ്ട്, ഈ പുതുതായിട്ട് ഇറങ്ങി വന്ന ആനയല്ല. പിന്നെ അതൊന്ന് ഇത് വരുമ്പോഴത്തേക്ക് ചക്കരയൊക്കെ സീസൺ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണം പിടിച്ച് വരും, അത് കിട്ടുമ്പോൾ ഉള്ളത് വീണ്ടും വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ഒരിക്കലും ഈ ആനയും അല്ലെങ്കിൽ കടുവയൊന്നും ഒരിക്കലും മനുഷ്യനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ജീവിയല്ല. അല്ല, പിന്നെ ഒറ്റയാൻ്റെ ആക്രമണങ്ങൾ വരുമ്പോൾ സ്വഭാവം നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ചതിനെന്ത് ചെയ്യുന്നു, ഓടിക്കുന്നു. അപ്പോൾ അത് വയലൻ്റ് ആവുന്നു. സ്വാഭാവികമായിട്ടും ആരും നമ്മളെ ആക്രമിച്ചാലും നമ്മളങ്ങനെ വയലൻ്റ് ആവും. പിന്നെ പല സ്ഥലത്തും കൂടുതലും ഈ പറയുന്ന മനുഷ്യൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് വയലൻ്റ് ആയിട്ടാണ് ആന ഉപദ്രവിക്കുന്നത്. അല്ലാതെ ഒരു ആനയെ കണ്ട പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സാർ. പേടിക്കണമെന്ന് ചെന്നപ്പോൾ ചെന്നാൽ നമ്മൾ ഓടിക്കും. അതല്ല, അതിനെ അങ്ങ് വനംവകുപ്പാർ ആനയെ കാട്ടി കയറ്റി വിട്ടു, നമ്മളതിനെ ഉപദ്രവിച്ചൊന്നുമില്ല ചെയ്യുന്നത്. അപ്പോൾ ആന ഇറങ്ങുമ്പോൾ നമ്മളെ വിളിക്കുന്നു, നമുക്കറിയാം, ചെന്നിട്ട് അതിനെ ഒരു പരുവത്തിന് കയറ്റിവിടാൻ അറിയാം. ഇത് ആൾക്കാർ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി കല്ലെടുത്തെറിയുന്നു, പടക്കം പൊട്ടിച്ചെറിയുന്നു, അങ്ങനെയൊക്കെ ഒരു വയലിൻ്റെ സ്വാഭാവികമായിട്ട് തിരിഞ്ഞ് നിൽക്കും, അതിൻ്റെ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യും. അല്ല, ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ കരടി ഇതുപോലെ നാട്ടിൽ വന്നതായിട്ടുള്ള വാർത്ത ഈ അടുത്തിടെ വന്നിട്ടുണ്ട്. അതെ, അതൊക്കെ വളരെ അപൂർവം കേസുകളാണ്. അല്ല, പക്ഷേ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട ഒരു ജീവിയല്ലേ? പേടിക്കേണ്ട ഒരു ജീവിയാണ് കഴുകി. പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിന് ഏറ്റവും പേടിയുള്ളത് തീ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെ രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗ്ഗം അതിനെ വണ്ണം കുറഞ്ഞ മരത്തിൽ കയറും. വലിയ വണ്ണമുള്ളതാണെങ്കിൽ നമ്മൾ ഓടിച്ചിട്ട് കയറി പിടിച്ചളയും. പക്ഷെ വണ്ണം കുറഞ്ഞ ഒരു കമുക് കണക്കുള്ള ഒരു മരത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിന് കയറാറില്ല. രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അതൊക്കെ. അല്ല, ഈ പറഞ്ഞ പോലെ സാർ കുറേ ഈ സാധാരണ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പോവുകയാണ്, ഞാനിപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പൊന്മുടി യാത്ര പോവുകയാണ്. പൊന്മുടി യാത്ര എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഫോറസ്റ്റിനകത്ത് കയറിയാൽ പോലും എത്രയോ കിലോമീറ്ററോളം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത് ചില പല സമയത്ത്. അല്ല, ഈ പൊന്മുടിയിലൊക്കെ അങ്ങനെ പോകാറുണ്ടല്ലോ. പോകുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെ അതങ്ങനെ ടൂറിസത്തിൻ്റെ ഒരു സോണുണ്ട്, ആ സോണിന് അപ്പുറത്തേക്ക് ഒരാളെയും വിടത്തില്ല. അല്ല, പൊന്മുടിയിൽ യാത്ര ആൾക്കാർ പോകുമ്പം ഒരിക്കലും ഫോറസ്റ്റുകാർ കൂടെ വരില്ലല്ലോ. അവരവിടെ പോകുന്ന സമയത്ത് അവർ താഴ്ന്ന് ചെക്ക് ചെയ്യും, പിന്നെ മേളിലല്ലേ ഇവരുണ്ടാവും. അപ്പം ഈ ഇടയ്ക്കുള്ള യാത്രക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈ ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ആന വരികയോ അല്ലെങ്കിൽ സംഭവിച്ചല്ലോ, ഇടയ്ക്ക് സംഭവിച്ചല്ലോ, കയറി കഴിഞ്ഞാൽ അവർക്ക് അപകടം പറ്റിയാൽ അപകടം പറ്റി, വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. കാര്യം നമുക്ക് രക്ഷപ്പെടുത്താൻ അവിടെ ആളും കാണത്തില്ല. അല്ല, ഞാൻ പറഞ്ഞ ഈ ജീവികളുടെ ഒരു രീതി അനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്, ഞാൻ ബൈക്കിൽ യാത്ര ചെയ്ത് ഇപ്പോൾ പൊന്മുടിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളിലോ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിലൊരു ആനയെ കണ്ടു. അപ്പോൾ അത് എന്ത് തരത്തിലുള്ളത് ആനയാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ യാത്ര പോകുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അവർ പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്? സാറ് നേരത്തെ പറഞ്ഞ പോലെ അത് അവർ പോകുമ്പോൾ നമ്മൾ സൈൻ ബോർഡെല്ലാം കാണും, വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ എല്ലാം കാണും. നമ്മൾ ശ്രദ്ധിച്ച് പോവുക, വള്ളമൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക, ആനയെ കണ്ടാൽ ഇറങ്ങി അങ്ങോട്ട് റോക്കറ്റും ചെയ്യാതെ പുറകോട്ട്. നമ്മൾ കാറിൽ പോകണമെന്ന് വെച്ചോ, കാറിൽ പോകുക. അപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആന ഇങ്ങനെ കാട്ടിനകത്തുള്ള കാറിൽ പോകണം, ഒരു ആന ഇങ്ങനെ ഇറങ്ങി വരുന്നു. അങ്ങനെ ഭയങ്കര ആന ഇപ്പോൾ ഇറങ്ങി റോഡിലോട്ട് വരുന്നു. ഞാൻ പതുക്കെ, ഞാനും ഉണ്ട്, വൈഫും ഉണ്ട്, മക്കളും ഉണ്ട്. ഞാൻ ലൈറ്റും ഇട്ട് ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ ഗ്ലാസ്സൊക്കെ ഇട്ട് ഞാൻ പതുക്കെ റിവേഴ്സ് എടുത്ത് ആന അവിടെ നിന്ന് എന്നെ നോക്കിയില്ല, റോഡിൽ ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ.
റിവേഴ്സ് എടുത്ത് ഞാൻ പുറകോട്ടും ആന കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ആന താവട്ടങ്ങ് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചത് പോയി. അത്ര നമ്മളെല്ലാം മുമ്പോട്ട് ചെന്നിട്ട് തന്നെ ഫോണടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ പുറകെ വരും. അപ്പോൾ ആനയ്ക്കറിയാം അത് ഈ അവർ നമ്മൾ ഉപദ്രവിക്കുന്നവരല്ല, അവർ വഴിപോക്കരാണ്. പക്ഷെ എല്ലാ സമയത്തും ഇത് പ്രാക്ടിക്കലായി പെട്ടുപോകും, അത് സ്വാഭാവികമാണ്. അല്ലേ ആനയ്ക്ക്. അതുകൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ പെർമിഷനോട് കൂടിയും അവർ ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ സൈൻ ബോർഡൊക്കെ നോക്കി അനുവദിക്കുന്ന സമയത്തിലൊക്കെ പോവുക, അതേ ഉള്ളൂ മാർഗം. അല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ പുലി നാട്ടിൻ പ്രദേശത്ത് പുലി ഇറങ്ങി എന്നൊരു വാർത്ത വരികയാണെങ്കിൽ ആ സ്ഥലവാസികൾ എന്തൊക്കെയായിരിക്കും അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട? സ്ഥലവാസികൾ ഇപ്പോൾ നമ്മൾ അവിടെ ഈ ഓരോ മൃഗങ്ങളെല്ലാം കാണുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഈ ആടിനെയോ അല്ലെങ്കിൽ പട്ടിയെയോ ഒക്കെ പിടിക്കാനാണ് വരുന്നത്. അല്ല മനുഷ്യനൊക്കെ മുന്നിൽ കിട്ടിയാൽ ഒരിക്കലും മനുഷ്യൻ പുലിയുടെ ആഹാരമല്ല, ഒരു മൃഗങ്ങളുടെ ആഹാരമല്ല മനുഷ്യൻ. പക്ഷെ ഒരു സമയത്ത് ഇതിൻ്റെ രുചി, മനുഷ്യൻ്റെ രുചി അതിന് കിട്ടി, അങ്ങനെയാണ് അത് മനുഷ്യന് ഭക്ഷിക്കാൻ തോന്നുന്നത്. അല്ലാതെ ഒരിക്കലും ഈ മൃഗങ്ങളുടെ ആഹാരമേ അല്ല മനുഷ്യൻ. അപ്പം നമ്മൾ ഇതുപോലെ പുലിയൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് സൂക്ഷിക്കുക, അതൊക്കെ ഉള്ളു മാർഗം. അല്ലാതെ ഇപ്പം നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. സാർ അപ്പം സാർ പറഞ്ഞു ഈ വന്യജീവികൾ നാട്ടിൽ വരികയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിന് ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം കൃഷി നശിപ്പിക്കുന്ന പന്നികളെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഒരു സാധാരണക്കാരൻ, ഞാൻ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്? എനിക്ക് സ്ഥിരമായിട്ട് കൃഷിനാശം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ പന്നിശല്യം കൂടിയപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അംഗീകാരത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷൻ, അതുപോലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, പിന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്ര പന്നികളുടെ വലിയ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അംഗീകൃത ലൈസൻസ് ഉള്ള തോക്കുള്ള ആളായിരിക്കണം. ആ ആളെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പന്നി ഇങ്ങനെ ഗർഭിണിയാവാൻ പാടില്ല, മുന്നോട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കതെല്ലാം പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ ഈ പറയുന്ന നിയമാവലിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ ഇതിനെ വെടിവെച്ച് കൊല്ലുകയും വെടിവെച്ച് കൊന്നത്ത് ഒരു ആറ് കാരണവശാലും അതിൻ്റെ മാംസം എടുക്കാൻ പാടില്ല. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അതിന് മണ്ണെല്ലാം ഒഴിച്ച് കത്തിച്ച് കളയും. അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മളതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്രശ്നം എന്നറിയും, ഇപ്പോൾ ഒരു തോക്ക് കൊണ്ടാണ് നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു പന്നി കിട്ടണമെന്നില്ല, ദിവസങ്ങളോളം കാത്തിരുന്നാലേ ഒരു പന്നിയെ കിട്ടുള്ളൂ. അപ്പോൾ അതത്രത്തോളം പ്രാക്ടിക്കബിളൊന്നും അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വന്യജീവി ആക്ടിൽ വന്യജീവി നിയമത്തിനകത്ത് വരുന്നതാണ് നമ്മുടെ പാമ്പുകൾ. അപ്പോൾ ഈ പാമ്പുകൾ നാട്ടിലുള്ളതും കാട്ടിലുള്ളതും ഒരേ കാറ്റഗറി തന്നെയാണല്ലോ, നിയമം രണ്ട് ഒന്നാണല്ലോ. അപ്പോൾ ഈ പാമ്പിനെ ഒരു സാധാരണക്കാരൻ തല്ലിക്കൊല്ലുകയാണ്, കുറ്റകരമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു 8 വർഷത്തിന് മുമ്പ് ഒരു വൈകുന്നേരം കോന്നി ടൗണിൽ ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ ഇറങ്ങി, സ്കൂൾ വിട്ട സമയമാണ്. ആൾക്കാരെല്ലാം കൂടെ ഓടിച്ച് ഇത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ വെച്ച് ആൾക്കാർ എറിഞ്ഞും തല്ലി അതിനെ കൊന്നു. പോലീസ് സ്റ്റേഷനകത്ത് തന്നെ കുഴിച്ചിട്ടു. പിറ്റന്നിരുത്ത പത്രവാർത്ത, കോന്നി ടൗണിൽ ഇറങ്ങിയ പാമ്പിനെ ജനങ്ങൾ എറിഞ്ഞു കൊന്നു. പിറ്റന്ന് കാണാം വൈൽഡ് ലൈഫ് ഫണ്ട് ഓർഡർ വന്നു, അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ കോന്നിയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ ഫോറസ്റ്റ് ആയിരുന്നപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർ ട്രെയിനിങ് ആയപ്പോൾ എനിക്കന്ന് ചാർജ്. ഞാൻ നേരെ അവിടെ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഭയങ്കരമായ പോലീസുകാർക്ക് ആകെ പേടിയായി. കാര്യം അവരും കൂടെ പ്രതിയാവുക, കാര്യം അവിടെ എല്ലാം അടക്കം ചെയ്തേക്കുന്നത്, കുഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രശ്നം സാറേ, നമ്മൾ ഒരു പ്രശ്നമില്ല, ഇതിങ്ങനെ വാർത്ത കേസ് നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ബോധ്യപ്പെട്ടു. വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അന്ന് ശബരിമല സീസണായതുകൊണ്ട് ഒരു വണ്ടി ആക്സിഡൻ്റ് തൊട്ടപ്പുറത്തുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പോലീസിന് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്നതിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ കുഴിച്ചിട്ടേക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല അടുത്ത വാർത്തയാവും. അപ്പോൾ ഞാൻ എസ് ഐ എടുത്ത് സാർ ഒരു കാര്യം, സാർ ഒന്ന് അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇപ്പോൾ എടുക്കാം. സാറ് എസ് ഐ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ജീപ്പൊക്കെ വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ 3 സ്റ്റാഫ് വന്നിട്ട് ഇതിന് ഭയങ്കര എടുത്ത് അതുപോലെ ഇരിക്കുക, എത്ര സുന്ദരമാണ്. പാമ്പൻ നമ്മൾ കാണുമ്പോഴത്തേക്കുള്ള അതല്ല, നല്ല ഭയങ്കര സൗന്ദര്യം. അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഐസ് ക്യൂബിലിട്ട് ഒരു 5-6 ദിവസം വയ്ക്കേണ്ടത് വരെ. ശബരിമല സീസൺ ആയതുകൊണ്ട് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പിന്നെ 5 ദിവസം വരെ ഐസ് ക്യൂബിലിട്ട് പിന്നെ പമ്പയിൽ പോയി അവിടെ ഉണ്ടെന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണിത്. ഇത് കണ്ടാൽ അറിയാവുന്ന കുറേ ആൾക്കാരെ പേരിൽ കേസെടുത്തു, ആരെങ്കിലും പേരിൽ ഇതാണ്. പിന്നെ അവസാനം നമ്മൾ ഈ വന്യജീവിയെ നമ്മൾ ഉപദ്രവിക്കുന്ന അതേ ശിക്ഷ തന്നെയാണല്ലോ. നമ്മൾ വീട്ടിൽ വരുന്നൊരു പാമ്പിനെ ഉപദ്രവിച്ചാലും ഇതേ ശിക്ഷ തന്നെയാണ് സാധാരണക്കാർക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കാടിന് പുറത്ത് വെച്ചൊരു പാമ്പ് നമ്മൾ കടിച്ചു, കാടിനകത്ത് കയറണ്ട, പുറത്ത് വെച്ചിടത്തിനെ കടിച്ച് അത് ചത്താലും 2 ലക്ഷം രൂപ കിട്ടും. നമുക്ക് കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ഒരു അപ്പോൾ ഒരു പാമ്പിനെ കണ്ടെത്തിയാൽ വന്യജീവി കണ്ടാൽ ഒന്നും ചെയ്യണ്ട. നമ്മളിപ്പോൾ ഒരു സർപ്പേ ആപ്പ് എന്നൊരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ എല്ലാ ജില്ലകളിലും ഇതിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. അവരെ വിളിച്ചു പറഞ്ഞാൽ 1 മിനിറ്റുകളിൽ മണിക്കൂറിലൊക്കെ വന്ന് അതിനെ എടുത്തോണ്ട് പോയിക്കോളും. നമ്മൾ കൊല്ലിയും വേണ്ട, ഒന്നും വേണ്ട.
അത് കൊണ്ടുവന്ന് കാട്ടിട്ടോളൂ. കാട്ടിവിട്ടാൽ കുഴപ്പമൊന്നുമില്ല. കാര്യം വലിയ ഇഷ്ടം പോലെ പാമ്പുകളുണ്ട്. ആൾക്കാരിലേക്ക് ഈ പാമ്പുകളെല്ലാം കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ അതല്ല, പിന്നെ വിടുമ്പോഴത്തേക്ക് അവിടെ വലിയ വലിയ പാമ്പുകളുണ്ട്. ഈ വലിയ പാമ്പുകളിലെ ചെറിയ പാമ്പിനെ എന്ത് ചെയ്യും? ഇരയാക്കും. രാജാവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തട്ടും. നമ്മുടെ ഈ വനംവകുപ്പ് എല്ലാ ജില്ലകളിലും പാമ്പിനെ റെസ്ക്യൂ ചെയ്തതിനുള്ള ഒരു ടീം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ആ ടീമിൻ്റെ ഒരു ലിസ്റ്റ് നമ്മളെ ഗൂഗിളിലുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ല എടുത്തിട്ട് സർപ്പേ ആപ്പ് എടുക്കുമ്പോഴത്തേക്ക് ആ കൊല്ലം ജില്ലയിൽ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ പേരും ഫോൺ നമ്പറും കൊടുത്തേക്കും. നമ്മൾ അതിൽ ഒന്നിനെ വിളിച്ചാൽ, ഒരാളിനെ വിളിച്ചാൽ ഇപ്പം അടുത്ത് കിട്ടുന്ന ആളാണ് ഇവരയായിട്ട് കൈമാറിയിട്ട് നിങ്ങൾ പറയുന്ന ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തെ തന്നെ വരികയും അതിനെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ പിടിക്കാൻ പെട്ടെന്ന് തന്നെ നടക്കും കാര്യങ്ങൾ. എല്ലാ ഭാഗത്തും ആൾക്കാരുണ്ട്. കേരളത്തിൽ മൊത്തം ഉണ്ട്. അല്ല, പണ്ടൊക്കെ ഈ കാട്ടിൽ മെയിനായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കാട്ടിൽ നിന്നും മരം മുറിച്ച് കടത്തുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പം കാട്ടിൽ നിന്നല്ലാതെ നാട്ടിൽ നിന്നും നമ്മളിപ്പോൾ ഒരു ചന്ദനമരം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നട്ടാൽ അത് മുറിക്കുന്നതിനും വനവകുപ്പിനെ നമ്മൾ അറിയിക്കണ്ടേ? അതിൽ ഗവൺമെൻറ്റിനെ അറിയിക്കണ്ടേ? വേണം. അതായത് അപ്പോൾ അത് സാധാരണ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചന്ദനത്തിൻ്റെ പ്രത്യേകത? ചന്ദനം നമുക്ക് മുറിക്കാം, 2-3 രീതിയിൽ മുറിക്കും. നമ്മൾ വീടിന് മണ്ടയിലേക്ക് അപകടകരമായ ചന്ദനം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. നമ്മൾ വനംവകുപ്പിൽ നിന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ആ കമ്മിറ്റി അത് റേഞ്ചാവശ്യ നേതൃത്വത്തിലൊരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി അത് പരിശോധിക്കുമ്പോൾ ഇത് ശരിക്കും ഈ ജീവനും അല്ലെങ്കിൽ ഈ വീടിന് അപകടമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുറിക്കാം. പക്ഷെ മുറിച്ചാലും അത് നിങ്ങൾക്ക് തരില്ല. പിന്നെ ശരിക്ക് മെച്ചുറായ ചന്ദനമാണെങ്കിൽ നിങ്ങൾക്ക് മുറിഞ്ഞാകൂല. ഈ ചന്ദനം വനംവകുപ്പ് തന്നെ മുറിച്ച് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് നേരെ ഇതിൻ്റെ ലേലം നടക്കുന്നത് മറയൂരിലേക്ക് അയക്കും. അവിടെ വച്ച് ലേലം ചെയ്ത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ഈ വനംവകുപ്പിന് ഇത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇതിൻ്റെ ചിലവിൻ്റെ എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് എടുത്തിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ കേസാണ്. അപ്പം ഇപ്പം പുറത്ത് വിൽക്കുന്നത് ഒരു ഇപ്പം ചന്ദനം അല്ലാതെ വേറെ ഏതൊക്കെ സാധനങ്ങൾ ഇതുപോലത്തെ കാറ്റഗറി വരുന്നുണ്ട്? 10 ഇനം മരങ്ങൾക്കാണ് പാസ് വേണ്ടത്. പക്ഷേ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈട്ടി തേക്കാണ്. തേക്കും ഫോറസ്റ്റിനെ അറിയിക്കണം. എൻ്റെ പുരയിടത്തിൽ തേക്ക്, അതായത് തേക്ക് 2 ഉണ്ട്. അതായത് നമ്മളെ ഈ നോട്ടിഫൈഡ് ഉള്ള 50 വില്ലേജ് ഉണ്ട്. ആ 50 വില്ലേജിൽ ഇത് മുറിക്കണം എന്നുണ്ടെങ്കിൽ വനംവകുപ്പിൻ്റെ പെർമിഷൻ വേണം. ബാക്കി അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് മുറിച്ചിടാം. പക്ഷെ അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വനംവകുപ്പിൻ്റെ പെർമിറ്റ് എടുക്കണം. ഇത് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തേക്ക് വരെ കയറ്റി വണ്ടി പോവുകയാണ്. നമ്മൾ ഫോറസ്റ്റിൽ നിന്ന് എവിടെ 2 തേക്ക് വരെ നഷ്ടമായി. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൊണ്ടുപോകുന്ന മരം കാട്ടിലുള്ളതല്ല നാട്ടിലെ മരമാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഇത് ഈ ഇന്നയാളുടെ പേരിലുള്ള പട്ടയഭൂമി നിൽക്കുന്ന വസ്തുവാണെന്നും ഇതിൻ്റെ ഇന്ന ഭാഗത്ത് നിൽക്കുന്ന തേക്കാണെന്നും ഇതിന് ഇന്ന അളവുണ്ടെന്ന് അവർ സർട്ടിഫിക്കറ്റ് തരും. അത് തരുമ്പോൾ അത് വനംവകുപ്പിൽ അപേക്ഷ കൊടുക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴത്തേക്ക് സംഗതി ശരിയാണ്. ഇന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് പ്രകാരവും നമ്മുടെ അന്വേഷണത്തിനും എല്ലാം ഇത് കറക്റ്റാണ്, പട്ടയ ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ എത്ര പീസ് ഉണ്ടോ അതൊക്കെ അളന്ന് പോയി. നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ നിങ്ങൾ 5 പീസ് കൊണ്ടുപോയിട്ട് നമ്മളെ തന്നിട്ട് നിങ്ങൾ വേറെ പത്രം കൊണ്ടുപോകില്ല. നമ്മൾ പറയും ഇന്ന മരത്തിൽ നിന്ന് ശേഖരിച്ച ഇത്ര വണ്ണമുള്ള ഇത്ര പീസ്, അതിൻ്റെ മൊത്തം വോളിയം ഇത്ര മീറ്റർ തടിയുണ്ട് എന്ന് കാണിക്കും. അതിനകത്ത് എക്സ്ട്രാ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിടി വീഴും. തേക്കും വീട്ടിക്കും എല്ലാം അത് തന്നെയാണ്. അങ്ങനെ ഒരു നിയമമുണ്ട്. അതും അധികം ആൾക്കാർക്ക് അറിയാമെന്ന് പറയും. അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴില്ലേ ഈ മരമുറിയൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. വെറുതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ. ഓക്കെ.